കോതമംഗലം നീണ്ടപാറയിൽ കാട്ടാന ശല്യം രൂക്ഷം. കത്തോലിക്ക കോൺഗ്രസ് കോതമംഗലം രൂപതാ സമിതി ഭാരവാഹികൾ ദുരിതമനുഭവിക്കുന്ന നാട്ടുകാരെയും കാട്ടാനകൾ കൃഷി നശിപ്പിച്ച സ്ഥലങ്ങളും സന്ദർശിച്ചു. വന്യമൃഗശല്യവും കാട്ടാനശല്യവും അതിരൂക്ഷമായ നീണ്ടപാറ മേഖലയിലാണ് കത്തോലിക്ക കോൺഗ്രസ് കോതമംഗലം രൂപതാ സമിതി ഭാരവാഹികൾ സന്ദർശനം നടത്തിയത്. കഴിഞ്ഞ ദിവസം കാട്ടാന കയറിയിറങ്ങി നശിപ്പിച്ച കൃഷിയിടങ്ങളും ദുരിതം അനുഭവിച്ച നാട്ടുകാരെയും സന്ദർശിച്ചു. വർഷങ്ങളായി കാട്ടാന ശല്യത്തിൽ നിന്ന് പരിഹാരമുണ്ടാകുമെന്ന വാഗ്ദാനങ്ങളല്ലാതെ മറ്റൊന്നും നാട്ടുകാർക്ക് ലഭിക്കുന്നില്ല. ഇതിലെയുള്ള റോഡുകൾ തകർന്നു കിടക്കുന്നതിനാൽ ഒരു അത്യാഹിതം സംഭവിച്ചാൽ ആശുപത്രിയിൽ എത്താൻ പോലും സാധിക്കാത്ത ദയനീയ സാഹചര്യത്തിലാണ് പ്രദേശത്തുള്ളവർ ജീവിക്കുന്നത്. കാട്ടാനയെ തുരത്തി ഓടിക്കുവാൻ യാതൊരു നടപടിയും വനംവകുപ്പ് അധികൃതർ കൈക്കൊള്ളുന്നില്ലെന്നും ഫെൻസിംഗ് സ്ഥാപിക്കുമെന്ന വാഗ്ദാനം എത്രയും വേഗം നടപ്പാക്കുവാൻ അധികൃതരും ഉദ്യോഗസ്ഥരും തയ്യാറാകണമെന്നും കത്തോലിക്ക കോൺഗ്രസ് കോതമംഗലം രൂപതാ പ്രസിഡന്റ് സണ്ണി കടുത്താഴെ ആവശ്യപ്പെട്ടു. ശല്യം രൂക്ഷമായ നീണ്ടപാറ പ്രദേശത്താണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത്. സ്ഥിരമായിട്ട് അക്കരെ കാട്ടിൽ നിന്ന് കാട്ടാന ഇവിടെ വരികയും ആളുകളുടെ കൃഷിയൊക്കെ ധാരാളമായിട്ട് നശിപ്പിക്കുകയും ചെയ്ത കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയും. പക്ഷേ സ്ഥിരമായിട്ട് ആന ഇവിടെ വരികയും ഇത്രയും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ട് ഫോറസ്റ്റ് അധികൃതർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് വളരെ സങ്കടകരമായ കാര്യം. ഇവിടെ ഇവർ പല ആവശ്യങ്ങൾ ഉന്നയിച്ചെങ്കിലും യാതൊരു നടപടിയും ഫോറസ്റ്റ് അധികൃതർ സ്വീകരിച്ചിട്ടില്ല. ഈ കാട്ടാന വരുന്നത് തടയാൻ വേണ്ടി ഞാൻ പറയുന്നത് ജനങ്ങളുടെ നികുതി പണം വാങ്ങി ശമ്പളം വാങ്ങിക്കുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വെറുതെ അവരുടെ ഓഫീസുകളിൽ ഇരിക്കുകയാണ്. അവരെ ഈ ആന കടന്നു വരുന്നത് തുരത്തി ഓടിക്കാനോ തടയാനോ വേണ്ടിയുള്ള യാതൊരു നടപടിയും അവർ എടുക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രതിഷേധാർഹമാണ്. ഇവിടെ നാട്ടുകാരൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അവർക്ക് വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ അവർക്ക് പേടിയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ അവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് കത്തോലിക്ക കോൺഗ്രസിൻ്റെ രൂപത ഭാരവാഹികൾ ഇവിടെ എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പ്രശ്നത്തിന് അടിയന്തരമായ പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ഈ നാട്ടുകാരോടൊപ്പം ചേർന്ന് അതിശക്തമായ സമരങ്ങൾക്ക് കത്തോലിക്ക കോൺഗ്രസ് നേതൃത്വം കൊടുക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രൂപത ഡയറക്ടർ ഫാദർ മാനുവൽ പിച്ചിലക്കാട്ട്, രൂപത കമ്മിറ്റി അംഗം ജോർജ് കുര്യാക്കോസ്, ഫൊറാന കമ്മിറ്റി അംഗം പയസ് തെക്കേക്കുന്നേൽ എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.